നമ്മുടെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ ശ്രീജിത്ത് ബാലകൃഷ്ണൻ റെഡിയാണ് പത്ര വിശകലനങ്ങളുമായി. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരംഭിച്ചാലോ? തീർച്ചയായും ഞാൻ തുടങ്ങുന്നു. ഓക്കെ. സേതു, ഈ രാജ്യത്ത് വലിയ നമ്മുടെ നിയമ സംവിധാനം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ നിയമ സംവിധാനത്തെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചൊരു വാർത്തയാണ് ഇന്ന് നമുക്ക് ആദ്യം പറയാനുള്ളതും. പത്രങ്ങൾ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്തിട്ടുള്ളതും ആ വാർത്ത തന്നെയാണ്. അത് അത്രയും പ്രാധാന്യത്തോടെ കൊടുക്കേണ്ട വാർത്ത തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ തന്നെ ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഡൽഹിയിലെ ഹൈക്കോടതി ജഡ്ജ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും ഏതാണ്ട് 15 കോടി എന്ന് പത്രങ്ങൾ പറയുന്നു. അത്രയും പണം, കണക്കിൽപ്പെടാത്ത പണം പിടിച്ചെടുത്ത വാർത്ത എങ്ങനെയാണ് പത്രങ്ങൾ കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് വേഗം നോക്കി വരാം. നിഴലിൽ നീതി എന്നാണ് മനോരമ. അതൊരു നല്ല തലവാചകം തന്നെയാണ്. മാത്രമല്ല മനോരമയും കേരളകൗമുദി മാത്രമാണ് ഈ 15 കോടി എന്നുള്ള ആ 15 കോടി കണക്ക് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. 15 കോടി എന്ന ആരോപണം എന്നാണ്. മറ്റ് പത്രങ്ങൾ കോടിക്കണക്കിലേക്ക് പോയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും വലിയ വാർത്തയാണിത്. നിഴലിൽ നീതി എന്ന് മനോരമ പറയുന്നു. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന്, അത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, ആ ജഡ്ജിയുടെ വീട്ടിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഫയർഫോഴ്സ് എത്തുന്നു. ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഈ പണം, കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതെന്നും പത്രങ്ങൾ വളരെ വിശദമായി പറയുന്നുണ്ട്. മാതൃഭൂമി ജഡ്ജിയുടെ വീട്ടിൽ കോടികളിൽ നിന്ന് വളരെ ഡയറക്റ്റായിട്ട് പറയുകയാണ്. അതങ്ങനെ തന്നെ പറയണം. പണം എത്തിച്ചത് ജഡ്ജിയുടെ വീട്ടിലുണ്ടായ തീപിടുത്തം എന്നുകൂടി മാതൃഭൂമി പറഞ്ഞു വെക്കുന്നുണ്ട്. മാധ്യമം വീട്ടിൽ പണക്കൂമ്പാരം എന്നാണ്. വീട്ടിൽ പണക്കൂമ്പാരം, ജഡ്ജിക്ക് കുരുക്ക് എന്ന് പറയുന്നു. കേരളകൗമുദി കുറച്ചും കൂടി ആ തലവാചകം കുറച്ചും കൂടി വലുതാക്കിയിട്ടുണ്ട്. തീ വെളിച്ചമായി, ജഡ്ജിയുടെ വീട്ടിലൊളിപ്പിച്ച 15 കോടി പുറത്ത് എന്ന് പറയുന്നു. ആ 15 കോടി മനോരമയും കേരളകൗമുദിയും മാത്രമാണ് വലുതായി കൊടുത്തിട്ടുള്ളത്. ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ദേശാഭിമാനി ആ വാർത്ത ഒന്നാം പേജിൽ കൊടുത്തിട്ടില്ല. ദേശാഭിമാനി മറ്റ് വാർത്തകളിലേക്കൊക്കെയാണ് പോയിട്ടുള്ളത്. അതുമാത്രമല്ല, ഇനി മറ്റ് ചില പത്രങ്ങൾ, സുപ്രഭാതം, അത് ജുഡീഷ്യൽ ഷോക്ക്, ഒരുപക്ഷെ രാജ്യത്ത് തന്നെ വലിയ ഷോക്കാണ്. അത് ജുഡീഷ്യൽ ഷോക്ക് എന്നാണ് സുപ്രഭാതം അതിനെ പറയുന്നത്. തീ പിടിപ്പിച്ച് വിവാദമെന്ന് മെട്രോ വാർത്ത തലവാചകം കൊടുക്കുന്നു. വാർത്ത വളരെ വലുതായിട്ടുണ്ട്. വസതിയിൽ കെട്ടുകണക്കിന് പണം എന്നാണ് സിറാജ് പറയുന്നത്. ഈ വലിയ വാർത്ത പറയുമ്പോൾ മറ്റൊരു വാർത്ത മലയാളം പത്രങ്ങൾ മിസ്സാക്കി, അല്ലെങ്കിൽ അവർക്ക് നഷ്ടമായി, അവർ പറയുന്നില്ല എന്നുകൂടി പറയേണ്ടതുണ്ട്. അത് ഇന്നലെ കർണാടക നിയമസഭയിൽ വളരെ അസാധാരണമായൊരു സംഭവമുണ്ടായി. ഒരു മന്ത്രി തന്നെ നേരിട്ട് വന്ന് പറയുകയാണ്, ഈ നിയമസഭയിലെ 48 MLA-മാർ ഹണി ട്രാപ്പിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് മന്ത്രി നേരിട്ട് വെളിപ്പെടുത്തുന്നു. അതോടുകൂടി കർണാടക നിയമസഭ വലിയ കോലാഹലങ്ങളിലേക്ക് പോകുന്നു. ഏതാണ്ട് BJP-യുടെയും കോൺഗ്രസിൻ്റെയും MLA-മാരെല്ലാം, JDS-ൻ്റെ MLA-മാരെല്ലാം ഈ ഹണി ട്രാപ്പിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുകൂടിയും മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിലേറ്റവും ഈ പറയേണ്ടത്, നമ്മുടെ പത്രങ്ങൾ, മലയാളം പത്രങ്ങൾ എല്ലാവരും എല്ലാ പത്രങ്ങളും ഈ വാർത്ത മറന്നുപോയി, അല്ലെങ്കിൽ അവർക്ക് മിസ്സായി, അല്ലെങ്കിൽ അവർ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്നറിയില്ല. MLA-മാർ BJP-യും കോൺഗ്രസും ഒക്കെ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല. എന്തായാലും ഈ 2 വാർത്തകളാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് പറയാനുള്ളത്. ഇനിയുള്ളത് ആശാസമരത്തിലേക്ക് പോകണം. കാരണം ഇന്നലെയും ആ വാർത്ത നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ പത്രങ്ങൾ ഒന്നാം പേജിൽ നിന്നും 7-ാം പേജിലേക്കും 10-ാം പേജിലേക്കും ഒക്കെ ആ വാർത്തയെ മാറ്റിയിട്ടുണ്ട്. മാതൃഭൂമി പേജ് 7-ൽ ആശാസമരം അനാവശ്യമെന്ന് സർക്കാർ പറഞ്ഞതിനെ വളരെ വ്യക്തമായി, അസന്നിഗ്ധമായി തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാതൃഭൂമി വലിയ രൂപത്തിലാണ് 7-ാം പേജ്, ഏഴാം പേജ് മുഴുവൻ ഇതിനായി നൽകിയിട്ടുണ്ട്. ഒപ്പം സമരത്തിന് പിന്നിലുള്ളവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമെന്ന് മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരികയാണ്. സമരം ഇതുവരെ സമരക്കാർക്ക് വേണ്ടി വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ സമരക്കാരിൽ നിന്നും മന്ത്രിയുടെയും സർക്കാരിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൂടി പത്രങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ സമരത്തിന് ഏതാണ്ട് 40 ദിവസം കടക്കുമ്പോൾ നമുക്കും കൂടി മനസ്സിലാകുന്നത്. അതായത് ഈ പ്രതിപക്ഷം കൂടി ഈ സമരം ഏറ്റെടുത്തോടുകൂടി സർക്കാർ പറയുന്ന കാര്യങ്ങൾ കൂടി പത്രങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നൊരു കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രിയുടെ ഇന്നലത്തെ വാർത്തയും മന്ത്രി പറഞ്ഞ കാര്യങ്ങളും മന്ത്രിയുടെ ഡൽഹി യാത്രയും അത് അനാവശ്യമായി പോയി എന്ന രൂപത്തിലും, അല്ലെങ്കിൽ ആ രൂപത്തിൽ നടത്തിയ പ്രത്യാരോപണങ്ങൾക്കൊക്കെ മറുപടിയും ഇന്ന് വന്നിട്ടുണ്ട്. മനോരമ കുറച്ചും കൂടി സ്പഷ്ടമായി പറയേണ്ടതുണ്ട്. അതായത് മനോരമ അതിനെ വളരെ വിശദമായി തന്നെ പറയുന്നത്, മന്ത്രിയുടെ യാത്ര മാത്രമല്ല, ഇന്നലെ മന്ത്രി നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് അതിനെ വിശദമായി പറയുന്നുണ്ട്. പക്ഷേ മനോരമയും ഈ പറഞ്ഞ പോലെ സമരത്തിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെ കാര്യങ്ങൾ കൂടി പറയാൻ ശ്രമിക്കുന്നുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എന്ന് മന്ത്രി, അതാണ് മനോരമയുടെ തലവാചകം. താഴെ പുച്ഛിക്കുന്നുവെന്ന് പ്രതിപക്ഷവുമുണ്ട്. പക്ഷേ ഈ നിരാഹാര സമരവും ആശമാരുടെ ആവശ്യങ്ങളുമൊക്കെ പത്രങ്ങളും ഏതാണ്ട് തമസ്കരിച്ച് വരുന്നു എന്ന് വേണം ഇതിനെ കാണാനെന്ന് തോന്നുന്നു. പക്ഷേ സർക്കാരിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പത്രങ്ങൾ ശ്രമിക്കുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഈ ആശമാരുടെ സമരം പത്രങ്ങൾ കൈകാര്യം ചെയ്ത രീതിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിനപ്പുറത്തേക്ക് പോകാൻ ഈ ദേശാഭിമാനി ശ്രമിക്കുന്നുണ്ട്. കാരണം ദേശാഭിമാനിക്ക് മറ്റ് മാർഗ്ഗങ്ങളില്ലാത്തത് കൊണ്ട് ദേശാഭിമാനി 11-ാം പേജ് മുഴുവൻ ഏതാണ്ട് അതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പാവകളാക്കല്ലേ, അതായത്
ദേശാഭിമാനിയുടെ വിശദീകരണം പാവകളാക്കല്ലേ എന്നുള്ളതാണ്. അതായത് സമരക്കാരെ, ആശമാരെ പാവകളാക്കല്ലേ, ഈ സമര നാടകങ്ങളൊക്കെ കനുകൂലു തന്ത്രം എന്നാണ് ദേശാഭിമാനി പറയുന്നത്. സംസ്ഥാനം കൊടുക്കുന്ന തുകയൊക്കെ വളരെ വിശദമായി പറയുന്നുണ്ട്. ലക്ഷ്യം അട്ടിമറിയാണ്. പിന്നെ മാധ്യമപ്രവർത്തകരെയും വളരെ മനോഹരമായിട്ട് ദേശാഭിമാനി വിമർശിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തനമോ അധമപ്രവർത്തനമോ, അതായത് ഈ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വരുന്ന വാർത്തകൾ കണ്ടിട്ടായിരിക്കണം ദേശാഭിമാനിക്ക് അങ്ങനെ എഴുതാൻ തോന്നിയത്. പ്രകടന പത്രിക വ്യക്തമാണ്, അവ്യക്തത ചില ചാനലുകൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ദേശാഭിമാനി എന്തിനു വേണ്ടി തിളയ്ക്കുന്ന മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങൾ ദേശാഭിമാനി മാധ്യമങ്ങൾക്കെതിരെയും പറയുന്നുണ്ട് എന്ന് വേണം കാണാൻ. ഈ ജോലിക്ക് കയറാൻ അപേക്ഷ നൽകിയ ആളും നിരാഹാര പന്തലിലടക്കം സമരത്തെ വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ദേശാഭിമാനി 11-ാം പേജിൽ സർക്കാരിന് വേണ്ടി വാർത്ത എഴുതിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. മറ്റൊരു കാര്യം, ഈ ആശമാരുടെ സമരം പറയുമ്പോൾ തന്നെ അങ്കണവാടി ജീവനക്കാരുടെ ആവശ്യങ്ങൾ അതും ഇപ്പോൾ ഒരു സമരമായി വരാൻ സാധ്യതയുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു. പക്ഷേ ഈ അംഗനവാടി ജീവനക്കാരെ സ്ഥിരം തൊഴിലാളികളാക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു വാർത്ത, അതായത് അത് മറ്റ് പത്രങ്ങൾക്ക് നഷ്ടമാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കർണാടകയിലെ MLA-മാരുടെ ഹണി ട്രാപ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് പക്ഷേ ദേശാഭിമാനി 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. അംഗനവാടി ജീവനക്കാരെ സ്ഥിരം തൊഴിലാളികളാക്കില്ലെന്ന് കേന്ദ്രം. അതായത് സ്ഥിരം തൊഴിലാളികളാക്കണമെന്ന ഗുജറാത്ത് ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. അതിപ്പോൾ കേരളത്തിലും ചർച്ചയായ വിഷയമാണ്. കാരണം ഈ അംഗനവാടി ജീവനക്കാർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. അവർ സർക്കാരിന് മുന്നിൽ നിവേദനം സമർപ്പിച്ചു കഴിഞ്ഞു. അവർക്ക് വേണ്ടിയും പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ ഇടപെടാൻ ശ്രമിക്കുമ്പോഴാണ് ദേശാഭിമാനി ഇങ്ങനെയൊരു വാർത്ത കൊണ്ടുവരുന്നത്. ഈ ഇവരുടെ അംഗനവാടി ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞ കാര്യവും ദേശാഭിമാനി 1-ാം പേജിൽ വാർത്തയാക്കിയിട്ടുണ്ട്. അത് സ്വാഭാവികമായി ഈ ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ടത് തന്നെയാണ്. കാരണം ഇതിൻ്റെ തുടർച്ചയെന്നോണം ഇനി വരാൻ പോകുന്ന സർക്കാരിൻ്റെ ഒരു അവസാന സമയമാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഈ പീരീഡ് അവസാനിക്കുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിൻ്റെ പരമ്പര തന്നെ വരാൻ പോവുകയാണ്. അതിനൊരു മുൻകൂർ ജാമ്യം എന്ന നിലയ്ക്കായിരിക്കണം ദേശാഭിമാനി ഇങ്ങനെയൊരു വാർത്തയിലേക്ക് പോകുന്നത്. ഇനിയുള്ളത്, ഈ ഇന്നലെ ഹൈക്കോടതി വളരെ രൂക്ഷമായി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട്. ആ വാർത്ത എങ്ങനെയാണ് പത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കേണ്ടി വരും. അത് ഒരുപക്ഷെ മനോരമ വളരെ വിശദമായി, സാധാരണഗതിയിൽ ഹൈക്കോടതി ഏത് സർക്കാരിനെ, സംസ്ഥാനത്തെ ആയാലും കേന്ദ്രത്തെ ആയാലും വിമർശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി മനോരമ വലിയ വിമർശനമാണ് അത് പിന്നെ എടുക്കാറുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് മനോരമ അതിനെ ആ രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ല. അതൊരു സാധാരണഗതിയിൽ ചൂരൽമല മുണ്ടക്കൈ കേന്ദ്ര ഫണ്ടിൻ്റെ സമയപരിധി ഡിസംബർ 31 വരെ നീട്ടി എന്നൊരു വരി മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിങ്ങനെയല്ല മാധ്യമവും മറ്റ് പത്രങ്ങളും കൈകാര്യം ചെയ്തിട്ടുള്ളത്. മാധ്യമം അത് കേന്ദ്രത്തിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം എന്ന് പറയുന്നു. ദീപികയും ആ രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു. ദീപികയുടെ പേരെടുത്ത് പറയുന്നത് സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നത് മാത്രമാണ് ദീപിക ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം എന്ന വാർത്ത ദീപികയും മാധ്യമവും 1-ാം പേജിൽ രൂക്ഷ വിമർശനം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ മനോരമയും മാതൃഭൂമിയും ഈ രൂക്ഷ വിമർശനം മറയ്ക്കാനോ അല്ലെങ്കിൽ അവർ മറന്നു പോവുകയോ ചെയ്തു എന്ന് വേണം കാണാൻ. സ്വാഭാവികമായും ദേശാഭിമാനി ആ രൂപത്തിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ കൗതുകമുള്ളത്, കേരള കൗമുദി ആ വാർത്തയെ ഉഴപ്പിയാൽ കേന്ദ്ര ഉദ്യോഗസ്ഥരെ വരുത്തും എന്ന് ഹൈക്കോടതി അതൊരു തലവാചകമായി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെയും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച വാർത്ത അല്ലെങ്കിൽ വിമർശിച്ചു എന്ന വരി ഒഴിവാക്കാൻ അവരും ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഇതാണ് ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നൽകിയിട്ടുള്ള വാർത്തകളുടെ ഒരു വസ്തുത, അല്ലെങ്കിൽ ആ വാർത്തകൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത്. ദേശാഭിമാനി ഇക്കാര്യത്തിൽ കുറച്ചും കൂടി വിശദമായി അതിനെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെ മാത്രമല്ല, ഫണ്ട് നൽകാതെ UDF MPമാരുടെ ക്രൂരത, അതായത് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് UDF MPമാർ ആരും ഫണ്ട് നൽകിയിട്ടില്ല എന്നൊരു വാർത്ത കൂടി കൊടുക്കുന്നുണ്ട്. അവരുടെ തലവാചകം അജണ്ട എന്ത് എന്നുള്ളത് കേന്ദ്ര സർക്കാരിനുള്ള ചോദ്യമാണ് ഹൈക്കോടതിയോടേത്. ആ ചോദ്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത്. ഇനിയൊരു വളരെ ഒരു സോഫ്റ്റ് സ്റ്റോറി എന്ന രൂപത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാധാരണ മറ്റ് പത്രങ്ങൾക്ക് നഷ്ടമായ ചില വാർത്തകൾ, എന്നാൽ പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ട ചില വാർത്തകളെക്കുറിച്ച് പോകുന്നുണ്ട്. അത് മനോരമ ഇന്നും 1-ാം പേജിൽ, ഇന്നലെ പോലീസ് AR ക്യാമ്പിൽ വെടിപൊട്ടിയ വാർത്തയായിരുന്നു. പിന്നെ ഇന്ന് പക്ഷേ അത് മറ്റൊരു വാർത്തയാണ്. യന്ത്രത്തിൽ പതിയണോ ഈ പ്രാണവേദന എന്ന തലവാചകം 1-ാം പേജിൽ. അതായത് ഈ കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എല്ലാവർക്കും അറിയുന്നതാണ്. സാധാരണക്കാരൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന RSBY എന്ന ആനുകൂല്യം, ആ ആനുകൂല്യം കിട്ടാൻ വിചിത്രമായൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം ഒരു ചെറുപ്പക്കാരന് ആനുകൂല്യം നഷ്ടമായ വാർത്തയാണ്. ആ വാർത്ത വളരെ പ്രാധാന്യത്തോടെ 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. അരുൺ എഴുത്തച്ഛൻ്റെ ബൈലൈനാണ്. സീതാറാം മില്ലിൽ ജോലി ചെയ്തൊരു ചെറുപ്പക്കാരനെ കുറിച്ചാണ്. അദ്ദേഹത്തിന് അപകടത്തിൽ പരിക്കേറ്റു. പക്ഷേ പിന്നീട് ആശുപത്രികളോളം കയറി ഇറങ്ങി. ആ കയറി ഇറങ്ങുമ്പോൾ ഈ ആനുകൂല്യം നഷ്ടമായത് നമ്മുടെ ഒരു ബയോമെട്രിക് സംവിധാനത്തിൻ്റെ പിഴവ്, ഈ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം നഷ്ടമായതിനെക്കുറിച്ചാണ് ആ വാർത്ത പറയുന്നത്. ഇനിയൊന്നുള്ളത് IPL ആണ്. IPL ആരംഭിക്കുന്നു.
നമുക്കറിയാവുന്ന സംഗതിയാണ് IPL എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ വലുതായി നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ അത് മനോരമയും മാതൃഭൂമിയും വളരെ വിശദമായി ഏറ്റവും മികവോടു കൂടി തന്നെ അത് കൊടുത്തിട്ടുണ്ട്. കളിയിലാവട്ടെ ലഹരി എന്ന് മാതൃഭൂമി പറയുന്നു. കാരണം ഈ ലഹരിയുടെ ഒരു പിടിയിൽ കേരളം അമർന്നു നിൽക്കുമ്പോൾ ആ ഹെഡിങ്ങിനും ആ തലവാചകത്തിനും വലിയ പ്രാധാന്യമുണ്ട്, കളിയിലാവട്ടെ ലഹരി എന്ന്. പക്ഷേ മനോരമ കുറച്ചും കൂടി അതിനെ രസകരമായിട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അത് കുറ്റിയും കോലിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായൊരു തലവാചകം കൊടുത്താണ് മനോരമ 2 പേജിലായി 16-17 പേജിലായി IPL വാർത്തകൾ നിറച്ചിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് കലക്കട്ടെ IPL എന്ന് കൂടി മനോരമ പറയുന്നു. എന്തായാലും IPL കലക്കട്ടെ, മറ്റു വാർത്തകൾ നന്നായി വരട്ടെ. സേതു. ഓക്കെ, ശരി ശ്രീജിത്ത്. നമ്മുടെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട് ശ്രീജിത്തിന്റെ പ്രസ് സ്റ്റോപ്പ് കാണാൻ വേണ്ടി കാത്തിരിപ്പുണ്ടെന്നത്. ഫാൻസൊക്കെ ആയി കേട്ടോ, പോയിന്ന് തോന്നുന്നു. നമുക്ക് നാളെ പറയാം. ശരി, ഓക്കെ.